ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ആരോഗ്യ സുരക്ഷയ്ക്കായി സർക്കാർ ആശുപത്രികളെയാണ് സാധാരണക്കാർ പ്രധാനമായും സമീപിക്കുന്നത്. ഇവിടെയെല്ലാം ആവശ്യമരുന്നും ഡോക്ടർമാരുമില്ലാത്ത സ്ഥിതിയാണ്. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 6 ഡോക്ടർമാർ വേണ്ടുന്ന കാഷ്വാലിറ്റിയിൽ 1 ഡോക്ടർമാരുടെ സേവനം മാത്രമാണുള്ളത്. വിവിധ വിഭാഗങ്ങളിലായി 20-ലേറെ ഡോക്ടർമാരുടെ കുറവുണ്ട്. വിറ്റാമിൻ ഗുളികകൾ വരെ ആളുകൾക്ക് പുറത്തുനിന്നും വാങ്ങേണ്ടുന്ന സ്ഥിതിയാണെന്നും എംഎൽഎ പറഞ്ഞു. അപ്പോൾ ആ ഒഴിവുകൾ നികത്തുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിനകം തന്നെ ഗവൺമെൻറ് അത് ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രിയും ആ നിലയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നമാണ്. ഇതിനൊരു രാഷ്ട്രീയമായ ഒരു കാണേണ്ട കാര്യമില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ ഡോക്ടർമാരുടെ ഒരുപാട് ഒഴിവ് നിലനിൽക്കുന്നു. ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റി 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക നിലവിലുള്ളത്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 5 പേരുടെ ഒഴിവ് നിലനിൽക്കുകയാണ്. കൂടങ്കല്ലിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടിയ എംഎൽഎ കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് പ്രയാസങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും നഗരസഭാ ചെയർമാനുമായും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും അധികം വീതിയുള്ള ഒരു പട്ടണങ്ങളിൽ ഒന്നാണ് കാഞ്ഞങ്ങാട് പട്ടണം. എന്നിട്ട് ഇവിടെ ട്രാഫിക്കിൻ്റെ വലിയ ട്രാഫിക് ബ്ലോക്കും ഇതൊക്കെ നിരന്തരം അനുഭവപ്പെടുകയാണ്. മുമ്പെല്ലാം നമ്മുടെ ഇവിടെ ഈ കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ കോട്ട ഉൾപ്പെടെ വലിയ ട്രാഫിക്കാണ്. ആ കാര്യം താലൂക്ക് വികസന സമിതി ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ ഞാൻ ഇതിനകം ഉന്നയിച്ച് പോലീസ് ഓഫീസർമാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പത്രങ്ങളിലൂടെയും പിന്നെ ഒരു ജനപ്രതിനിധികളോട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പൈതൃക ഇടനാഴിയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ളതാണ്. അതിന്റെ പൂർത്തീകരണവും താൻ ആഗ്രഹിക്കുന്നുണ്ട്. മടിക്കയിലെ തിരുമ്പും സാർഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലാ കലക്ടറുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എംഎൽഎ മറുപടി പറഞ്ഞു. മഞ്ഞമ്പുതിക്കുന്നിലുൾപ്പെടെ ടൂറിസം സാധ്യത ഏറെയുണ്ട്. റാണിപുരവും കോട്ടഞ്ചേരി മലയുമൊക്കെ ഇനിയും വികസിക്കേണ്ടതുണ്ട്. മഞ്ഞമ്പുതി ടൂറിസം പദ്ധതി നവംബറിൽ നാടിന് സമർപ്പിക്കുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളതെന്നും എംഎൽഎ വ്യക്തമാക്കി. പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കൊട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.